സ്വബാഹുൽ ഖൈർ. കൈഫൽ ഹാൽ? എല്ലാവരും മറുപടി പറഞ്ഞോ? ഒന്നും കൂടെ. കൈഫൽ ഹാൽ? വെരി ഗുഡ്. സയ്യിൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഹാദിഫും സിഞ്ചാബൊക്കെ എവിടെ എത്തി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൽ തുസാഇദുനി എന്നുള്ള പാഠമാണ് പറഞ്ഞതല്ലേ? ഹാദിഫിൻ്റെ ത്വാഇറത്തുൽ വറഖിയ്യ ഷജറയിൽ കുടുങ്ങി. എന്നിട്ട് സിഞ്ചാബിനെ കണ്ടു. സിഞ്ചാബിനോട് എടുത്തു തരുമെന്ന് ചോദിച്ചു. സിഞ്ചാബ് ത്വാഇറത്തുൽ വറഖിയ്യ എടുത്തു കൊടുത്തു. അപ്പോൾ ഹാദിഫ് ശുക്രൻ പറഞ്ഞു, സിഞ്ചാബ് അഫ്വൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഹാദിഫ് ഹാപ്പി ആയോ? ആയി അല്ലേ? ഹാദിഫിന് നല്ല സന്തോഷമായി ത്വാഇറത്തുൽ വറഖിയ്യ കിട്ടിയപ്പോൾ. അപ്പോൾ ഹാദിഫ് ത്വാഇറത്തുൽ വറഖിയ്യയും പിടിച്ചുകൊണ്ട് ഒരു നല്ല പാട്ട് പാടി. ആ പാട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതാ ഇവിടെ കാണുന്നില്ലേ? ഇതാണ് ഹാദിഫ് ത്വാഇറത്തുൽ വറഖിയ്യയെക്കുറിച്ച് പാടിയ പാട്ട്. നമുക്കൊന്ന് പാടി നോക്കിയാലോ? നോക്കാം അല്ലേ? അത്വാഇറത്തുൽ വറഖിയ്യ ബിൽ അൽവാനിൽ വർദിയ്യ ത്വാറത് വർതഫഅത് ജിദ്ദൻ ഫൗഖ തിലാലിൽ ബർരിയ്യ. പാട്ട് ഇഷ്ടായോ? ഒന്നുകൂടെ പാടി നോക്കിയാലോ? അത്വാഇറത്തുൽ വറഖിയ്യ ബിൽ അൽവാനിൽ വർദിയ്യ ത്വാറത് വർതഫഅത് ജിദ്ദൻ ഫൗഖ തിലാലിൽ ബർരിയ്യ. മക്കളെല്ലാവരും ടീച്ചറുടെ കൂടെ പാടുന്നുണ്ടോ? അടുത്തത് ഒന്നുകൂടെ ടീച്ചർ പാടിത്തരും. അന്നേരം എന്ത് ചെയ്യണം? എല്ലാവരും ടീച്ചറുടെ കൂടെ പാടണം. കിട്ടുന്നത് പോലെ പാടുക. ഓക്കെ? അത്വാഇറത്തുൽ വറഖിയ്യ ബിൽ അൽവാനിൽ വർദിയ്യ ത്വാറത് വർതഫഅത് ജിദ്ദൻ ഫൗഖ തിലാലിൽ ബർരിയ്യ. ടീച്ചറ് ഓരോ വരിയായിട്ട് പാടിത്തരാം. അത്വാഇറത്തുൽ വറഖിയ്യ. ടീച്ചർ കൂടെ പാട്. അത്വാഇറത്തുൽ വറഖിയ്യ. അടുത്തത് പാടട്ടെ ടീച്ചറ്? ബിൽ അൽവാനിൽ വർദിയ്യ. മക്കൾ പാട്. ബിൽ അൽവാനിൽ വർദിയ്യ. അടുത്ത രണ്ടാമത്തെ വരിയ ടീച്ചർ പാടുന്നത്. ത്വാറത് വർതഫഅത് ജിദ്ദൻ. ഒന്നുകൂടെ. ത്വാറത് വർതഫഅത് ജിദ്ദൻ. ത്വാറത് വർതഫഅത് ജിദ്ദൻ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് പാടിത്തരാം. ഫൗഖ തിലാലിൽ ബർരിയ്യ. ഫൗഖ തിലാലിൽ ബർരിയ്യ. എല്ലാവരും ഒരുപാട് പ്രാവശ്യം ഈ ത്വാഇറത്തുൽ വറഖിയ്യൻ്റെ പാട്ട് പാടി നോക്കണം. നോക്കൂലേ? നോക്കും അല്ലേ? നല്ല മക്കളല്ലേ നിങ്ങൾ? അങ്ങനെ ത്വാഇറത്തുൽ വറഖിയ്യൊക്കെ കിട്ടി. ഹാദിഫ് എവിടേക്കാണ് പോകുന്നത്? അടുത്ത പേജ് മെല്ലെ മറിച്ച് നോക്ക്. എവിടേക്കാണ്? ഇലൽ ഇലൽ പറഞ്ഞോ? ഇലൽ ബൈത്തി. ഇലൽ ബൈത്തി. നമ്മുടെ ഹാദിഫ് വീട്ടിലേക്ക് പോയി. ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാളും കൂടെയുണ്ട്. ഹാദിഫിൻ്റെ കൂടെ ഒരാളും കൂടെയുണ്ട്. ആരാണ് അത്? ഹാദിഫിൻ്റെ പിറകിലായിട്ടത് ഒരാളെ കാണുന്നില്ലേ? ആരാണത്? സിഞ്ചാബ്. സിഞ്ചാബിന് ഓർമ്മയില്ലേ? മറന്നുപോയാ? ഇല്ല. അപ്പോൾ ഹാദിഫും സിഞ്ചാബും നല്ല കൂട്ടുകാരായി. അങ്ങനെ ഹാദിഫ് സിഞ്ചാബിനെയും കൂട്ടി ഹാദിഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പുറത്ത് ആരോ ഇരിക്കുന്നുണ്ട്. ആരാ മക്കളെ? അബ്ബാണല്ലേ? ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്ക്. അവിടെ ഹാദിഫ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഡാഷ് എന്നാണുള്ളത്. അവിടെ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ മനസ്സിലാവും അവിടെ എന്താണ് ഹാദിഫ് അബിനോട് പറഞ്ഞതെന്ന്. അപ്പോൾ നമുക്ക് താഴെ വായിച്ചു നോക്കാം. വഅലൈക്കുമുസ്സലാം. മൻ ഹാദാ?
ഇപ്പോൾ ചോദിക്കുകയാണ് മൻ ഹാദ, ഇതാരാ? അബ് വാലൈക്കുമുസ്സലാം എന്ന് പറയണമെങ്കിൽ ഹാദിഫ് എന്തായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ വാലൈക്കുമുസ്സലാം എന്ന് എപ്പോഴാണ് പറയുക? ആ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഹാദിഫ് വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ ഉപ്പാടെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ദൂരെ തന്നെ എന്ത് പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അബ് എന്ത് പറഞ്ഞു? വലൈക്കുമുസ്സലാം മൻ ഹാദാ. ഇതാരാ? കൂടെ ഒരാളെ കാണുന്നുണ്ടല്ലേ? മൻ ഹാദ, ഇതാരാ? അപ്പോൾ ഹാദിഫ് എന്താ മറുപടി പറഞ്ഞത്? ഹുവ സ്വദീഖി, ഹുവ സ്വദീഖി. എൻ്റെ കൂട്ടുകാരനാ. ഇതാരാണ്? എൻ്റെ കൂട്ടുകാരനാ. അപ്പോൾ ഉപ്പ എന്ത് പറഞ്ഞു? കൂട്ടുകാരനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരണ്ടെന്നാ പറഞ്ഞത്? അല്ല, നോക്കിയേ നിങ്ങൾ. അബ് എന്താ പറഞ്ഞത്? തഫല്ല. ഓരോ അക്ഷരമായിട്ട് വായിച്ചു നോക്കണേ എല്ലാവരും. തഫല്ലൽ, വാ വാ വാ, വരൂ വരൂ വരൂ. ഓ, അതിന് ശേഷം നമ്മുടെ സിഞ്ചാബ് എന്തോ പറയുന്നുണ്ടല്ലേ? അതവിടെ ഇല്ല. എന്തായിരിക്കും? വാ വാ വാ, വീട്ടിലേക്ക് വരൂ, വീട്ടിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പറയുക? താങ്ക് യു പറയില്ലേ? ആ, എന്തായിരിക്കും? വെരി ഗുഡ്, ശുക്രൻ. എന്താ പറയുക? ശുക്രൻ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംഭാഷണം ഫസ്റ്റത്തെ വരിയിലും ലാസ്റ്റത്തെ വരിയിലും ഒന്നും ഉണ്ടായില്ല അല്ലേ? നിങ്ങളത് എഴുതി ചേർക്കൂലേ? എഴുതി ചേർക്കും അല്ലേ? ഈസി അല്ലേ? നല്ല മക്കളല്ലേ നിങ്ങൾ? എല്ലാവരും അതവിടെ എഴുതി ചേർക്കണം. അപ്പം നിങ്ങൾ ഏതൊക്കെ വാക്കുകളാണ് അവിടെ ഇപ്പോൾ എഴുതി ചേർത്തത്? ഏതൊക്കെയാണ്? അസ്സലാമു അലൈക്കും, പിന്നെ ശുക്രൻ. ഈ രണ്ട് വാക്കുകളാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് വാക്കുകൾ മാത്രമല്ല, ഇതുപോലെയുള്ള വാക്കുകൾ നമ്മൾ സ്വബാഹുൽ ഖൈർ, സ്വബാഹുൻ നൂർ, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ശുക്രൻ, അഫ്വൻ, ഇങ്ങനെ വരുന്ന വാക്കുകൾക്ക് നമ്മൾ അൽ കലിമാത്തു തഹ്ദീബിയ എന്ന് പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ താഴെയുണ്ട്. അമാ സമയത്തും അൽ കലിമാത്തു തഹ്ദീബിയ. കലിമാത്തു തഹ്ദീബിയ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കലിമാത്തു തഹ്ദീബിയ എന്ന് പറഞ്ഞാൽ ഉപചാര വാക്കുകൾ. നമ്മൾ ഒരു സംഭാഷണത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലൊക്കെ പറയുന്ന കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് അങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളും കൂടി നമുക്ക് കണ്ടെത്തണം. നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ 13-ാമത്തെ പേജ് എടുത്തേ മക്കൾ. അവിടെ ഒരു ചുവന്ന കളർ കൊണ്ട് എഴുതിയിട്ട് കണ്ടോ? നക്തുബു അൽ കലിമാത്തു തഹ്ദീബിയ. നമുക്ക് കലിമാത്തു തഹ്ദീബിയൊക്കെ ഇവിടെ താഴെ ഓരോ വരിയിലായിട്ട് എഴുതാം. ഒന്നാമത്തെ വരിയിൽ അവിടെ അസ്സലാമു അലൈക്കും എന്നുണ്ട്. അടുത്ത വരിയിൽ എന്തെഴുതും? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ തിരിച്ച് പറയുക? വെരി ഗുഡ്. എന്താ പറയുക? വലൈക്കും അസ്സലാം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നമ്മളിപ്പോൾ ഒരു സംഭാഷണം തുടങ്ങുമ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ പറയുന്ന വാക്കുകൾ വേറെ എന്തൊക്കെയുണ്ട്? നിങ്ങൾക്കറിയാം, സ്വബാഹുൽ ഖൈർ അല്ലേ? അപ്പോൾ തിരിച്ചു പറയുന്നത് നമുക്കിവിടെ എഴുതിക്കൂടെ? എഴുതാം, സ്വബാഹുൻ നൂർ. പിന്നെ നമ്മൾ ഒരാളെ ഉച്ചയ്ക്ക് ശേഷം കാണുന്നെങ്കിൽ എങ്ങനെ പറയുക? സ്വബാഹുൽ ഖൈർ പറയുമോ? ഇല്ല അല്ലേ? എന്താ പറയുക? വെരി ഗുഡ്, മസാഉൽ ഖൈർ. തിരിച്ചെന്ത് പറയും? പറഞ്ഞോ? അതന്നെ നിങ്ങൾ പറ, മസാഉൻ നൂർ. വേറെ നമ്മൾ ക്ലാസ്സൊക്കെ നിർത്തുമ്പോൾ നമ്മളൊരു വാക്ക് പറയാറില്ല, അല്ലെങ്കിൽ നമ്മൾ സംഭാഷണമൊക്കെ നിർത്തുമ്പോൾ ഒരു കുഞ്ഞി 2 വാക്കുകൾ. ശുക്രൻ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്തത് വരും അല്ലേ? എന്താണ്? ശുക്രൻ, അഫ്വൻ. ഓക്കെ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇവിടെ എഴുതിയാൽ കലിമാത്തു തഹ്ദീബിയായി. വേറെ കൂടുതൽ പണിയൊന്നുമില്ല. എഴുതാൻ പറ്റൂലേ? ടീച്ചർ ഇവിടെ കാണിക്കുന്നത് നോക്കിയേ. ടീച്ചർ ഓരോന്നും വായിച്ചു തരിക, ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും, പിന്നെ അതിൻ്റെ നേരെയുള്ളത് വലൈക്കും അസ്സലാം, താഴെ സ്വബാഹുൽ ഖൈർ, സ്വബാഹൻ നൂർ. വായിച്ചോ? ഓരോ അക്ഷരക്ക് നോക്കി വായിക്കേ. മസാഉൽ ഖൈർ. മസാഉൽ ഖൈർ കേട്ടാൽ പിന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്. മസാഉൻ നൂർ. അടുത്തത് തഫല്ലൽ. തഫല്ലൽ, വാ വരൂ. ഉപ്പ പറഞ്ഞ വാക്കില്ലേ തഫല്ലൽ, വരൂ. ശുക്രൻ. തഫല്ലൽ എന്ന് പറഞ്ഞാൽ തിരിച്ച് ശുക്രൻ എന്ന് പറയും. അതിൻ്റെ താഴെ ശുക്രൻ, അഫ്വൻ. ഓക്കെ, മക്കളെല്ലാവരും എഴുതൂലേ? ഓക്കെ. അടുത്തത് നമ്മുടെ സിഞ്ചാബിനെ കുറിച്ചിട്ടുള്ള നല്ല പാട്ടൊക്കെ ഹാദിഫ് പാടുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ടീച്ചർ ക്ലാസ് നിർത്താം.
ഓക്കേ ശുക്രൻ.